കൊല്ലത്ത് വാഹനാപകടത്തിൽ 9 വയസ്സുകാരന് ദാരുണാന്ത്യം. ദേശീയപാതയിൽ പോളയത്തോട് ജംഗ്ഷന് സമീപമാണ് അപകടം നടന്നത്. സ്വകാര്യ ബസ് വിദ്യാർത്ഥിയുടെ ശരീരത്തിലൂടെ കയറിയിറങ്ങുകയായിരുന്നു. വിദ്യാർത്ഥിയുടെ അമ്മയ്ക്കും അച്ഛനും അപകടത്തിൽ പരിക്കേറ്റു. വ്യാഴാഴ്ച രാവിലെ 8:30 അപകടം. ഇരവിപുരത്ത് നിന്നും തങ്കശ്ശേരിയിലേക്ക് മകനെ ദേവമാതാ സ്കൂളിലാക്കാൻ പോയ അച്ഛനും അമ്മയും മകനും സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. തേവള്ളി ഓലയിൽ ഡിപ്പോ പുരയിടത്തിൽ താമസിച്ചിരുന്ന ദീപു രമ്യ ദമ്പതികളുടെ മകൻ 9 വയസ്സുള്ള വിശ്വജിത്താണ് അപകടത്തിൽ മരണപ്പെട്ടത്. തങ്കശ്ശേരി ദേവമാതാ സ്കൂളിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. പിതാവ് ദീപു വികലാംഗനാണ്. മുച്ചക്ര സ്കൂട്ടറിൽ മൂവരും വരവെ പോളയത്തോടിന് സമീപം ഇരവിപുരത്ത് നിന്നും ചവറയിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് ഇവിടെ നിർത്തിയതിനെ തുടർന്ന് ബസ്സിനെ മറികടന്ന മുച്ചക്ര വാഹനം മുന്നോട്ടെടുക്കവേ എതിർദിശയിൽ നിന്നും വന്ന വാഹനം കണ്ട് ബ്രേക്ക് പിടിക്കവേ സ്കൂട്ടറിൽ നിന്നും മൂവരും റോഡിലേക്ക് വീണു. ഈ സമയം നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസ് മുന്നോട്ടെടുത്തു. വിശ്വജിത്ത് തെറിച്ചു വീണത് ബസിൻ്റെ പിന്നിലെ ചക്രത്തിനടിയിലാണ്. ശരീരത്തിലൂടെ വാഹനം കയറിയിറങ്ങി. ഓടിക്കൂടിയ നാട്ടുകാർ മൂവരെയും ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വിശ്വജിത്ത് മരണപ്പെട്ടു. ഒരു വികലാംഗന വണ്ടി ഓടി വന്ന് അവിടെ വീണ് കിടക്കുന്നേ ഞാൻ കണ്ടുള്ളൂ. അല്ലാതെ അവിടെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ആളുകൾ പറയുന്നത് ഇവിടുന്ന് ഒരു നീല വണ്ടി അങ്ങോട്ട് പോയി തട്ടിയിട്ടതാണ്. അപ്പോൾ ആ വണ്ടി അവിടെ നിർത്തിയതും ഇല്ല, പോയെന്ന് പലവിധം ആളുകൾ പറയുന്നത് നമുക്കറിയത്തില്ല. അവിടെ വീണ് കിടക്കുന്ന നിലവിളി കേട്ടാൽ കുഞ്ഞിനെ തള്ള ഭയങ്കര കരച്ചിൽ. അങ്ങനെ ഞാൻ ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ വന്ന ആള് കണ്ടുകൊണ്ടിരുന്ന് ഞാൻ ഓടിപ്പോയി. പോയപ്പോൾ 3 പേരും 3 പേര് നിരന്ന് കിടക്കുക. കുഞ്ഞിന് അടുക്ക് കിടക്കുന്നു, ബ്ലഡ് മുഖത്ത് മൊത്തം ബ്ലഡായിട്ട് കിടക്കുന്നു. ഈ വണ്ടിയുടെ അടിയിലായിരുന്നാണ് പറയുന്നത്. കുറച്ച് ഇറച്ചിക്കടയിലുള്ളവരെ വന്ന് അടിയിൽ നിന്ന് എടുക്കുന്നത്. പിന്നെ ഏത് വണ്ടി ഇടിച്ചതെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ കണ്ടില്ലല്ലോ. അവിടെ വീട് കിടക്കുന്നത് ഞാൻ കാണുന്നത് അടിയിലല്ല, കുഞ്ഞാ ബസ്സിൻ്റെ അടിയിൽ ആൾക്കാർ പറയുന്നത്. ഞാൻ പോയപ്പം 3 പേര് നിരന്ന് കിടക്കുന്നു. ബ്ലഡ് വണ്ടിയുടെ അടിയിൽ നിന്നെടുത്ത് കൊച്ചിൻ്റെ തള്ളയുടെ ഇടയ്ക്ക് കിടത്തിയേക്കുന്നു. മാതാപിതാക്കൾക്ക് ചെറിയ പരിക്കുപറ്റി. വിശ്വജിത്തിനെ കൂടാതെ 4 വയസ്സുള്ള ഒരു ഇളയ മകൻ കൂടിയുണ്ട്. 1 മാസമായതേയുള്ളൂ ഇവർ ഡിപ്പോ പുരയിടത്തിൽ നിന്നും പുതിയതായി വാങ്ങിയ ഇരവിപുരം മാടന്നടയിലെ വീട്ടിലേക്ക് മാറിയത്. പോലീസെത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. വിശ്വജിത്തിന്റെ മൃതദേഹം പരിശോധനയ്ക്കായി ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.